മാന്നർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം 3യെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ആ സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും മാത്രം 350 കോടിക്കാണ് വിറ്റ് പോയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലയാള സിനിമയിലെ തന്നെ ഒരു വലിയൊരു റെക്കോർഡാണ് ഈ ഒരു ഇത്രയും ഇപ്പം തന്നെ റിലീസിന് മുമ്പ് തന്നെ ഈ ഒരു കിട്ടിയിരിക്കുന്ന ഈ ഒരു റെക്കോർഡ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജിത്തു ജോസഫും അദ്ദേഹത്തിൻ്റെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ. നമുക്കെല്ലാവർക്കും അറിയാം, ജിത്തു ജോസഫിൻ്റെ സിനിമയുടെ ആ ഒരു സിനിമാഗ്രഫിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സിനിമയാണ് നമ്മുടെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സിനിമയിൽ നമ്മുടെ നായകനായിട്ട് വരുന്നത് നമ്മുടെ ലാലേട്ടനാണ് നായകനായിട്ട് വരുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അപ്പം തേർഡ് പാർട്ടിനോടുള്ള ഒരു കാത്തിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാത്തിരിപ്പാണ്. നമുക്കാണെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിലും. സിനിമയാണെങ്കിൽ വേൾഡ് വൈഡ് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ളൊരു ചിത്രമാണ്. അതും ഒരു കുടുംബ ചിത്രം പ്ലസ് ഒരു ത്രില്ലർ കൂടെ ആകുമ്പം അതിൻ്റെ ഒരു റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു നല്ലൊരു വശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പം ഇതുപോലെ 350 കോടിയാണ് ഇതിൻ്റെ റൈറ്റ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇപ്പോൾ പടത്തിനുള്ളൊരു ഹൈപ്പും കുറച്ചും കൂടെ ഒരു കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനി അത് വലിയൊരു നല്ലൊരു സിനിമയായിട്ട് തന്നെ വരട്ടെ എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ കരിയറിലെ നിലവിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നിൽക്കുന്ന സിനിമയെക്കാട്ടിലും നല്ലൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സ്റ്റോറി വൈസ് ആണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാം ഫസ്റ്റ് സെക്കൻഡ് പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതും തോക്കുമെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഈ സിനിമയ്ക്ക് ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.